ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് നിൽക്കുവാണ്. അയ്യോ, അടുത്തൊരു തിരക്കോട്ടമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് അയ്യോ ഭയങ്കര തിരക്കേനും. അപ്പോൾ നമുക്ക് വഴി കാണാം ഗൈസ്, പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവൻ എന്നെ കൊണ്ടുവിടും ഒരു വരെ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് വിളിച്ചിട്ട് വേറെ സ്ഥലത്ത് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ബസ് വിളിച്ചിട്ട് അങ്ങനെ പോകാൻ ചെയ്യുന്നത്. എല്ലാവരും എത്തിക്കൂടി, ഞാൻ മാത്രമേ ഇനി എത്താനുള്ളൂ. എൻ്റെ ചേട്ടനൊക്കെ നാളെ വരുന്നുള്ളൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. അയ്യോ, സ്കൂൾ പിള്ളേർ തിരക്ക്. ഇന്ന് ശനിയാഴ്ച അല്ലേടാ ഉണ്ണി, തിരക്കുണ്ടാവില്ല. വൈകി അങ്ങനെ അവൻ എന്നെ കൊണ്ടാക്കി. എന്നിട്ട് ബസ് ഞാൻ കാത്ത് നിൽക്കുകയാണ്. എന്നിട്ട് റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബസ് വന്നിന്. പിന്നെ ജസ്റ്റ് 5 മണിക്കെങ്ങാണ്ടായിരുന്നു ഒരു ബസ്സിന്. കറക്റ്റ് ബസ്സിൻ്റെ സമയം അറിയില്ലായിരുന്നു. നോക്കുമ്പോൾ ആ ബസ് മിസ്സായിപ്പോയി. അങ്ങനെ കുറേ നേരം ടൗണിൽ നിൽക്കേണ്ടി വന്ന്. എന്നിട്ട് ഒരു 5:30 ഒക്കെ ആകുമ്പോഴാണ് ബസ് വന്ന്. എങ്ങനെയോ പിന്നെ കുറേ നേരം നിന്ന് മടുത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബസ് വന്ന്. പിന്നെ ബസ്സില്ല അങ്ങോട്ട്. ലാസ്റ്റ് ബസ് കിട്ടി. എന്നിട്ട് പോയിക്കൊണ്ട് നിൽക്കുവാണ്. എനിക്ക് പിന്നെ നല്ല തൊണ്ടക്ക് കരകരപ്പ്, ഒരു പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. ഒരു ഇരുട്ടാകാനായ സമയം. അങ്ങനെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ, പ്രത്യേക വൈബാണ്. അപ്പം ആ വീട് അങ്ങ് എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എത്തി കാശ്, ഞാൻ മടുത്തു. അങ്ങനെ അലഞ്ഞ് പിന്നെ എനിക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി എല്ലാം ഇട്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. പിന്നെ പിറ്റേ ദിവസം ഒരുങ്ങി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അന്ന് എടുത്ത ഡ്രസ്സൊക്കെ ഇതാണ്. പിന്നെ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും അങ്ങനെ അടിപൊളിയായിരുന്നു. ഇതെൻ്റെ ചേട്ടൻ. ഞങ്ങൾ രണ്ടിനും ഡ്രസ്സ് ഒരുപോലെയാണ്, ഒരേ കളറ്. എങ്ങനെ ഷാളൊക്കെ ഒരുപോലെ ആയിപ്പോയി ഞങ്ങൾ. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. എനിക്ക് നല്ല ജലദോഷമുണ്ട്. അയ്യോ മടുത്തു, തലവേദന എടുക്കുന്നുണ്ട്. ഇനി കുറേ പണിയുണ്ട്. വീടെല്ലാം വൃത്തിയാക്കാനുണ്ട്. റൂമിലത്തെ കോലം കണ്ട് നായി വെള്ളം കുടിക്കത്തില്ല. ഇതെല്ലാം വൃത്തിയാക്കണം ഗൈസ്, ഒത്തിരി പണിയുണ്ട് ഗൈസ്. അലക്കെല്ലാം കഴിഞ്ഞ്. പൂച്ചക്കുട്ടിയുടെ അമ്മച്ചീൻ്റെ കൂടെ എവിടെയോ പുറത്ത് പോകാൻ നോക്കുന്നുണ്ട്. ഈ പൂച്ച ഇവരെ എവിടെയെങ്കിലും ഏതെങ്കിലും അവിടെ ഒരു പൊത്തുണ്ട്, ആ പൊത്തിൻ്റെ ഉള്ളിലാക്കി കൊണ്ടുവരില്ല പതിവ്. ഇവിടെ നിൽക്കുന്നില്ല ഇപ്പം പൂച്ച. അങ്ങനെ പൂച്ച വീടിൻ്റെ ഉള്ളിൽ കയറി. ഇന്ന് ഇവിടെ കൂടണം കേട്ടോ. ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് 2ാമത്തെ ദിവസം ഇവിടുത്തെ കൊടുക്കട്ടോ. നല്ലൊരു കാലാവസ്ഥ. പപ്പടപൊളി അപ്പം കൊണ്ടുപോയിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. ചായ എല്ലാം കുടിച്ച് എനിക്ക് നല്ല ഇന്നലെ പനി പിടിച്ചതുകൊണ്ട് ഞാൻ മരുന്നിന് പോകാൻ വേണ്ടി നോക്കുവാണ്. ബസ് ജസ്റ്റ് മിസ്സായിപ്പോയി. എന്നിട്ട് വേറെ ബസ് പിടിച്ച് വേറെ റൂട്ട് ഇറങ്ങി. എന്നിട്ട് ഇനി അങ്ങോട്ട് നടന്നു കൊടുക്കുവാണ്. പിന്നെ വേഗം വീട്ടിലെത്തി ചോറ് തിന്നു. വേഗം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുവാണ്. അങ്ങനെ ഞാനങ്ങനെ ഇരുട്ടിക്കെത്തി, ഞാനും അമ്മയും കൂടെ. ഇങ്ങനെ അമ്മക്ക് എന്തെങ്കിലും സാധനമെല്ലാം മേടിച്ച്. പിന്നെ ഒരു ഇരുട്ടി കുറേ നേരം ഇരുന്ന് ഒരു 7 മണിയെല്ലാം ആകുമ്പം വണ്ടി എല്ലാവരും വന്ന്. അങ്ങനെ പിന്നെ ഫുൾ ചിൽ വൈബായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ വണ്ടി കണ്ടാടെ ഒരു സൈഡിലേക്ക് ഉറങ്ങി കുറച്ച് നേരം ഇരുന്നിരുന്ന് മനുഷ്യൻ മടുത്തു. രാവിലെ ആയി. പിന്നെ പല്ലൊന്നും തേക്കാത്ത എൻ്റെ ഒരു അളിഞ്ഞ അവസ്ഥ. എൻ്റെ മുന്നേ എനിക്കെന്തോ ചത്തിരിക്കുമായിരുന്നു ഞാനവിടെ. പിന്നെ എങ്ങനെയോ കുറേ നേരം ഇരുന്നിട്ട് തിരുവനന്തപുരം, അവർ തമിഴ്നാട് ഒരു ബോർഡർ ആയതുകൊണ്ട് വളരെ ദൂരം ഉണ്ടായിരുന്നു. ഇരുന്നിരുന്ന് മടുത്തു പോയി. അങ്ങനെ എങ്ങനെയോ നമ്മൾ അവിടെ എത്തി. എന്നിട്ട് പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ കയറി ചായ എല്ലാം കുടിച്ച്. പിന്നെ ഇത് റൂം എടുത്തു. എന്നിട്ട് കുളിച്ച് റെഡിയായി. ഇതാണ് എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഉച്ചയൂണ് കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് തന്നെ. ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചെക്കനെ വീട്ടിൽ പോയിട്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് അവിടുത്തെ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു പേടി തോന്നും. അങ്ങനെ ഒരു ഇതാണ് ഓഡിറ്റോറിയം. അല്ല, പുറം വശം വേക്കിലൊക്കെ ഒരു സെറ്റപ്പ് ഞാൻ ചെറിയൊരു പോർഷൻ എടുത്തതാണ്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് നേരെ നമ്മൾ ഒരു 7-7:30 ആകുമ്പം
പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ആ കഫക്കെട്ടെല്ലാം പിടിച്ച് സുഖമില്ലാണ്ടായിപ്പോയി. പിന്നെ ഒരു ബുധനാഴ്ച ഒരു 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി ചായയെല്ലാം കുടി കഴിഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ഗായ്സ്.